ഓം നമഃ ശിവായ. പുണ്യപുരാതനവും ചരിത്രപ്രസിദ്ധവുമായി ഭക്തമനസ്സുകൾക്ക് രക്ഷ നൽകുന്ന തമ്പുരാൻ വാഴുന്ന മണ്ണ്, മാറ്റങ്ങളില്ലാത്ത വിശ്വാസമാഹാത്മ്യം എന്നുമെന്നും നിലകൊള്ളുന്ന പുണ്യഭൂമി. അതെ, ഇതരയാലിലകൾ പോലും അനുദിനം നമഃശിവായ മന്ത്രം ജപിക്കുന്ന വഴക്കാട് ശ്രീ ആയിരവില്ലി ക്ഷേത്രം. ഓം ശിവോഹം, ഓം ശിവോഹം, രുദ്രനാമം ഭജേഹം. വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വിശ്വനാഥ ചൈതന്യം സ്ഫുരണം ചെയ്യുന്ന പുണ്യഭൂമിയാകും വഴക്കാട് ശ്രീ ആയിരവില്ലി ക്ഷേത്രത്തിലിതാ ഉത്സവം വരവായി ഈ വർഷത്തെ മഹോത്സവം വന്നെത്തിച്ചേരുകയായി. അതെ, ആഘോഷത്തിന്റെ ഉത്സവകാലം ഈ മണ്ണിൽ വന്നെത്തി നിൽക്കുമ്പോൾ ശിവനാമ സങ്കീർത്തനങ്ങളാലും ശിവപുരാണ പാരായണ സൗകുമാര്യത്താലും ഈ ദേശമാകെയും ഭക്തിയുടെ ആനന്ദ ദുന്ദുഭിനാദം മുഴക്കിക്കൊണ്ടിതാ 2024 മാർച്ച് 17 ഞായറാഴ്ച മുതൽ മാർച്ച് 21 വ്യാഴാഴ്ച വരെ ഒരുങ്ങുന്നു ഈ വർഷത്തെ മഹോത്സവം. വഴക്കാട് ശ്രീ ആയിരവില്ലി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാവാർഷികവും ആയില്യം മഹോത്സവവും. ശംഭോ മഹാദേവ ശ്രീ പരമേശ്വര നീലകണ്ഠ പ്രഭു ചാരുമൂർത്തേ തിങ്കൾ കലാധര പാർവതി വല്ലഭ ശ്രീശൈലനാഥ നമഃ ശിവായ. ലോകരക്ഷകനും ശത്രുസംഹാരമൂർത്തിയും ക്ഷിപ്രവരദായകനുമായ ശ്രീ ആയിരവില്ലി തമ്പുരാനും ഭക്തിപ്രഭാവതിയും ഇഷ്ടവരദായിനിയും സർവൈശ്വര്യപ്രദായിനിയുമായ ആദിപരാശക്തിയും സർവവിഘ്ന നിവാരകനായ ഗണപതി ഭഗവാനും നാഗരാജാവും കുടികൊള്ളുന്ന വഴക്കാട് ശ്രീ ആയിരവില്ലി ക്ഷേത്രത്തിലെ തിരുവുത്സവം പൂജാതി ഹോമാദി അഭിഷേക കർമ്മങ്ങളാൽ ധന്യമാകുന്ന അത്യന്തം വിശേഷാൽ പ്രധാനമായ ക്ഷേത്ര ചടങ്ങുകളോടും സമൂഹ പൊങ്കാല നാഗരോട്ട് ഉത്സവ ദിവസങ്ങളിൽ അന്നദാന സദ്യ പോലുള്ള സത്കർമ്മങ്ങളോടും നിറപ്പകിട്ടാർന്ന കലാപരിപാടികളോടും വർണ്ണശബളമായ ഘോഷയാത്രയോടും കൂടി മംഗളകരമായി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ആരുടെ നല്ലമ്മ നമ്മുടെ നല്ലമ്മ, ആരുടെ നല്ലമ്മ നമ്മുടെ നല്ലമ്മ, നന്മ തരുന്നൊരു നല്ലമ്മ അമ്മയ്ക്കൊരായിരം പൊന്നുമ്മ, നന്മ തരുന്നൊരു നല്ലമ്മ അമ്മയ്ക്കൊരായിരം പൊന്നുമ്മ, നന്മ. അതെ, ഈ മണ്ണിന്റെ ആഘോഷം ഭക്തിസാന്ദ്രമായി വന്നെത്തുമ്പോൾ മാർച്ച് 17 ഞായറാഴ്ച ഒന്നാം ഉത്സവനാളിൽ ആചാരപ്രകാരമുള്ള ക്ഷേത്ര ചടങ്ങുകൾക്ക് സമാരംഭമാകും. രാവിലെ 5:30 പള്ളിയുണർത്തൽ, 6 അഭിഷേകം, 6:15 മഹാഗണപതി ഹോമം, 7 മണിക്ക് മഹാമൃത്യുഞ്ജയ ഹോമം, 8 മണിക്ക് കലശപൂജ, തുടർന്ന് പ്രഭാത ഭക്ഷണം, 9 കൊടിമര ഘോഷയാത്ര, 10 മണിക്ക് തൃക്കൊടിയേറ്റ്, വൈകുന്നേരം 5 മണിക്ക് പുരാണ പാരായണം, 6:30 ദീപാരാധന, വിളക്ക്, 7 ചാറ്റ്, രാത്രി 12 പാടിത്തളിയും വിളക്കും, തുടർന്ന് ആചാരപ്രകാരമുള്ള ക്ഷേത്ര ചടങ്ങുകളും നടക്കും. ഈരേഴ് 14 ലോകവും തന്റെ അകക്കണ്ണാൽ കണ്ട് മനം നൊന്ത് പ്രാർത്ഥിക്കുന്ന ഭക്തന് മുന്നിൽ അനുഗ്രഹാശ്വസികൾ വാരിച്ചൊരിയുന്ന അർത്ഥപാരായണനും അഭയാവരദനും ആപൽ ബാന്ധവനുമായ വഴക്കാട് ശ്രീ ആയിരവില്ലി തമ്പുരാൻ വാഴുന്ന മണ്ണിൽ തിരുവുത്സവത്തിന്റെ 2ാം ദിവസം മാർച്ച് 18 തിങ്കളാഴ്ച രാവിലെ 5:30 പ്രഭാത പൂജയും തുടർന്ന് ആചാരപ്രകാരമുള്ള ക്ഷേത്ര ചടങ്ങുകളും നടക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് കുലവാഴ ഉറയിലിടൽ, വൈകുന്നേരം 5 മണിക്ക് പുരാണ പാരായണം, 6:30 ദീപാരാധന, വിളക്ക്, 7:30 സമീപ പ്രദേശത്തുള്ള അഗതി മന്ദിരങ്ങളിലെ അന്തേവാസികൾക്ക് ഭക്ഷ്യധാന്യങ്ങളും വസ്ത്രങ്ങളും നൽകുന്ന ചടങ്ങ്. രാത്രി 8 മണിക്ക് മുഹാദ് വെമ്പായം രചിച്ച് സുരേഷ് ദിവാകരൻ സംവിധാനം ചെയ്ത് അജന്ത തിരുവനന്തപുരം അവതരിപ്പിക്കുന്ന നാടകം മൊഴി വേദിയിലൊരുങ്ങും.
തിരുജടയിൽ ഒളിപ്പിച്ച ഗംഗയും കഴുത്തിൽ മാല്യമായ നാഗവും ഭസ്മലേപിതമേനിയും കൈലേന്തിയ തൃശൂലവും ഢമരവും അമ്പരമായ പുലിത്തോലും തൃക്കണ്ണും ഓർമ്മകളിലെത്തുന്ന മാത്രയിൽ തന്നെ ഭക്തിയുടെ പരകോടിയിലേക്ക് നയിക്കുന്ന വഴക്കാട് ശ്രീ ആയിരവില്ലി തമ്പുരാന്റെ തിരുവുത്സവത്തിന്റെ 3-ാം ദിവസമാകുന്ന മാർച്ച് 19 ചൊവ്വാഴ്ച രാവിലെ 5:30 ആചാരപ്രകാരമുള്ള ക്ഷേത്ര ചടങ്ങുകൾ. വൈകുന്നേരം 5 മണിക്ക് പുരാണ പാരായണം, 6-ന് മിഥുൻ കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന സോപാന സംഗീതം, 6:30 ദീപാരാധന വിളക്ക്, രാത്രി 8 മണിക്ക് തിരുവനന്തപുരം നാട്ടറിവ് അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും ദൃശ്യാവിഷ്കാരവും തുടിയാട്ടം വേദിയിൽ ഒരുങ്ങും. വിളക്ക് കൊളുത്തി വെച്ചു നല്ലമ്മ, വെള്ളരി പുഷ്പങ്ങളെ കൊണ്ട് നല്ലമ്മ ആരിയറിയും കർക്കിടക മാസത്തിൽ നല്ല കാരി വിട്ടി കരിപ്പൂരാടം ഉണ്ണികൃഷ്ണ ഗോപാല മകനെ പേർ വിളിച്ചമ്മ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പൗരാണിക പെരുമയുടെ ചരിത്രം പേറുന്ന ചിരപുരാതനമായ ശ്രീ ആയിരവില്ലി ക്ഷേത്രത്തിന്റെ തിരുവുത്സവത്തിന്റെ 4-ാം ദിവസം മാർച്ച് 20-ാം തീയതി ബുധനാഴ്ച രാവിലെ 5:30 മുതൽ ആചാരപ്രകാരമുള്ള ക്ഷേത്ര ചടങ്ങുകളും, ഉച്ചയ്ക്ക് 12 മണിക്ക് അന്നദാനവും, വൈകുന്നേരം 5 മണിക്ക് പുരാണ പാരായണവും, 5:30 തമ്പുരാൻ ഭക്തിഗാന സംഘം വഴക്കാട് അവതരിപ്പിക്കുന്ന ഭക്തിഗീതങ്ങളും, 6:30 ദീപാരാധന വിളക്ക് എന്നിവയും, രാത്രി 8 മണിക്ക് കോക്കോട്ട് ശ്രീ തമ്പുരാൻ വനിതാ കൂട്ടായ്മ ചന്തവിള അവതരിപ്പിക്കും നാട്യാർച്ചന. കലികാല ദുരിതങ്ങളിൽപ്പെട്ടുഴലുന്ന മനുഷ്യന് ആശ്രയത്തിന്റെയും കാരുണ്യത്തിന്റെയും കെടാവിളക്കായി നിലകൊള്ളുന്ന പുണ്യശ്രീലകമായ വഴക്കാട് ശ്രീ ആയിരവില്ലി തമ്പുരാൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികത്തിന്റെയും ആയില്യ മഹോത്സവത്തിന്റെയും സമാപന ദിവസം രാവിലെ 5:30 പ്രഭാത പൂജ, 6:15 മഹാഗണപതി ഹോമം, 9 മണിക്ക് നാഗരൂട്ട്, 10 മണിക്ക് സമൂഹ പൊങ്കാല. ജ്വലിച്ചുയരുന്ന ഹോമകുണ്ഠം പോലെ ജ്വലിത ഭക്തി നിറയുന്ന ഭക്തമനസ്സുകളെ ആനന്ദസാഗരത്തിൽ ആറാടിച്ചുകൊണ്ട് നടക്കുന്ന സമൂഹ പൊങ്കാല. മണ്ണ്, ജലം, വായു, അഗ്നി, മനസ്സ് ഇവ ഒന്നായി ചേർന്ന് പരാശക്തിയിൽ ലയിപ്പിക്കലാകുന്നു പൊങ്കാല. അനവധി ദുഃഖങ്ങളും ദുരിതങ്ങളും പൊങ്കാലയിലൂടെ ആഹൂതി ചെയ്യപ്പെടുകയാണ്. ഭക്തി സ്നേഹാരാധനയാണ് പൊങ്കാല. ഭക്തിയോടെ പൊങ്കാലയിൽ പങ്കെടുത്ത് ആത്മസമർപ്പണം ചെയ്ത് ധന്യധന്യരായി തീരൂ. 11 മണിക്ക് പൊങ്കാല നിവേദ്യം, 11:30 സമൂഹ സദ്യ, വൈകുന്നേരം 6 മണിക്ക് ദീപാരാധന വിളക്ക്, 6:30 ഘോഷയാത്ര. ഓരോ ശിലയും മണ്ണും മൺതരികളും വൃക്ഷലതാദികൾ പോലും 1000 കഥകൾ പറയുന്ന ലോകനാഥനായ ശ്രീ ആയിരവില്ലി തമ്പുരാന്റെ തിരുചൈതന്യത്താൽ സമ്പുഷ്ടമായ വഴക്കാടിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളെ അക്ഷരാർത്ഥത്തിൽ കൈലാസഭൂമിയാക്കി മാറ്റിക്കൊണ്ട് നടക്കുന്ന രഥം ചപ്രം എഴുന്നള്ളിപ്പ്. രാത്രി 8 മണിക്ക് താലപ്പൊലി, 12 മണിക്ക് കുലവാഴച്ചുറപ്പ്, 1 മണിക്ക് തേരുവിളക്ക് പ്രദക്ഷിണം, 1:30 പൂപ്പട, തുടർന്ന് ആചാരപ്രകാരമുള്ള ക്ഷേത്ര ചടങ്ങുകൾ. പുലർച്ചെ 4 മണിക്ക് ദേവീ പൂജ, 4:30 കുരുതിത്തർപ്പണം എന്നിവയോടെ ഈ വർഷത്തെ ഉത്സവ ചടങ്ങുകൾ സമാപിക്കും. ശിവായ നമോ നമഃ ശിവായ ശിവശംഭോ ശംഭോ വടക്കും നാഥ തൃശിവ പേരൂർ വാഴും പരമേശ. ശിവായ നമോ നമഃ ശിവായ ശിവശംഭോ ശംഭോ. ഓരോ ദിനവും ആഘോഷമായി ഒരുങ്ങുന്ന നേരത്തിതാ ഇവിടെ ഒരുങ്ങുന്നു മഹോത്സവം. ഈ ഉത്സവം കൂടുവാൻ, ഇവിടുത്തെ മഹോത്സവം കൂടുവാൻ എല്ലാ നല്ലവരായ ഭക്തമനസ്സുകൾക്കും സ്വാഗതം. ശിവായ നമഃ ഓം നമഃ ശിവായ ശിവശംഭോ ശംഭോ വടക്കുംനാഥ തൃശിവ പേരൂർ വാഴും പരമേശ. ക്ഷേത്രസന്നിധിയിൽ നടക്കുന്ന ദേവപ്രശ്ന വിധി പ്രകാരം ആദിപരാശക്തിയായ ഭദ്രകാളി ദേവിക്കും കന്നിമൂല ഗണപതി ഭഗവാനും ശ്രീകോവിലുകൾ നിർമ്മിക്കുവാൻ തീരുമാനിച്ച വിവരം സന്തോഷപൂർവം മുഴുവൻ ഭക്തജനങ്ങളെയും അറിയിച്ചുകൊള്ളട്ടെ. ഈ ക്ഷേത്ര നിർമ്മാണത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊള്ളട്ടെ.